മുലപ്പാൽ വർദ്ധിപ്പിക്കുന്ന രീതികളെക്കുറിച്ചുള്ള ഫിസിക്കൽ മെത്തേഡ്സ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് വിവിധ ഭൗതിക രീതികൾ ഉപയോഗിച്ച് മുലപ്പാലിന്റെ അളവ് എങ്ങനെ വർദ്ധിപ്പിക്കാം. നമുക്ക് ആദ്യം കങ്കാരു മദർ കെയർ നോക്കാം. ഈ രീതിയിൽ കഴിയാവുന്നത്ര കാലം സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ഈ പരമ്പരയിലെ മറ്റൊരു ട്യൂട്ടോറിയലിൽ കങ്കാരു മദർ കെയർ എന്ന പ്രക്രിയ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്തത് ലെറ്റ് ഡൗൺ റിഫ്ലക്സ്, പാൽ പുറത്തുവരുന്ന പ്രക്രിയ അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ റിഫ്ലക്സ് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നോക്കാം. അതിനു മുൻപ് ഓക്സിറ്റോസിൻ എന്താണ് എന്ന് അറിയണം. ഓക്സിറ്റോസിൻ ലെറ്റ് ഡൗൺ റിഫ്ലക്സ്, പാൽ പുറത്തുവരുന്ന പ്രക്രിയ ഉത്തേജിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. കുഞ്ഞിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പാൽ പുറത്തുവരുന്നു. അതിനാൽ പാൽ പുറത്തുവരുവാൻ ആദ്യം അമ്മ സുഖകരമായി ശാന്തമായി കുഞ്ഞിനെ നോക്കണം. കുഞ്ഞിന്റെ കഴുകാത്ത വസ്ത്രങ്ങൾ വാസനിക്കുകയും നല്ല സംഗീതം കേൾക്കുകയും ചെയ്യുക. അതുപോലെ പാൽ പുറത്തെടുക്കുവാൻ സഹായിക്കുന്ന മറ്റു രീതികൾ ചൂടുവെള്ളം കൊണ്ട് തടവുക, മുകൾ ഭാഗത്തെ നടു, മുല എന്നിവ മസാജ് ചെയ്യുക. ചൂടുവെള്ളം കൊണ്ട് എങ്ങനെ തടവാമെന്ന് നമുക്ക് നോക്കാം. ഉമ്മയ്ക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ അവളുടെ മുലയിൽ ചൂടുള്ള തുണി വയ്ക്കുകയോ ചെയ്യുക. ഈ രണ്ട് രീതികളും മുലപ്പാലിന്റെ ഒഴുക്ക് കൂട്ടുവാൻ സഹായിക്കും. അടുത്തതായി നമുക്ക് മസാജിനെ കുറിച്ച് പഠിക്കാം. മുകൾ ഭാഗത്തെ നടു, കഴുത്ത് എന്നിവയ്ക്ക് ഞരമ്പുകൾ ഉള്ളതിനാൽ അത് മസാജ് ചെയ്യുന്നത് പാൽ സ്വതന്ത്രമായി ഒഴുകുവാൻ സഹായിക്കും. മുലയൂട്ടുന്നതിനു മുൻപ് മുല മസാജ് ചെയ്യുന്നത് പാൽ കെട്ടിക്കിടക്കുന്നത് തുറക്കുന്നു. അതിനാൽ പാൽ പൂർണ്ണമായും ഒഴുകി അത് ശൂന്യമായി വീണ്ടും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. മുലപ്പാലിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു മാർഗം കുഞ്ഞിനെ ശരിയായി വായ് പിടിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കുഞ്ഞിന്റെ മേൽചുണ്ടിൽ മുലക്കണ്ണ് ഉരസുക. ഇത് കുഞ്ഞിനെ വായ് തുറക്കുവാനും ശരിയായി പിടിക്കുവാൻ സഹായിക്കുകയും കുഞ്ഞിന് മതിയായി പാൽ കിട്ടുകയും ചെയ്യും. മുലയൂട്ടുന്ന സമയത്ത് കുഞ്ഞിന്റെ മുഴുവൻ ശരീരത്തിനും അമ്മ സപ്പോർട്ട് കൊടുക്കണം. കുഞ്ഞിന്റെ വയർ അമ്മയുടെ വയറിൽ തൊടണം. കുഞ്ഞിന്റെ തല, കഴുത്ത്, ശരീരം എപ്പോഴും നേർരേഖയിലായിരിക്കണം. കുഞ്ഞിന്റെ മൂക്ക് അമ്മയുടെ മുലക്കണ്ണിനു നേരെ ആകണം. കുഞ്ഞിന്റെ താടി മുൻവശത്ത് കൊണ്ടുവന്ന് മുലയിലേക്ക് കൊണ്ടുവരണം. താഴത്തെ ചുണ്ടുകൾ പുറത്തേക്ക് ചുരുണ്ടിരിക്കണം. വായ് പിടിക്കുമ്പോൾ കുഞ്ഞ് ഏരിയോളയുടെ താഴത്തെ ഭാഗം കൂടുതൽ എടുത്തു എന്ന് ഉറപ്പുവരുത്തുക. അതിനാൽ താഴത്തെ ഏരിയോളയേക്കാൾ മുകളിലെ ഏരിയോള കൂടുതൽ കാണുന്നു. ദയവായി ശ്രദ്ധിക്കുക, മുലക്കണ്ണിന് ചുറ്റുമുള്ള ഇരുണ്ട ഭാഗമാണ് ഏരിയോള. അടുത്തതായി മൃദുലമായി തടവുന്ന മറ്റൊരു രീതി നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ മുലയൂട്ടുന്ന സമയം മുല ചെറുതായി മുറുകെ പിടിക്കുക. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളിലുള്ള മർദ്ദം കൂടുതൽ പാൽ കിട്ടുവാൻ സഹായിക്കുന്നു. കൂടുതൽ പാൽ പുറത്തുവരുവാനും കുഞ്ഞിന് നുണയുവാനും ഇത് സഹായിക്കും. മുല മൃദുലമായി അമർത്തുന്നത് ഈ പരമ്പരയിലെ മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിട്ടുണ്ട്. രാത്രി സമയം മുലയൂട്ടുന്നത് പ്രധാനമാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. രാത്രിയിൽ മുലപ്പാലിലെ പ്രോലാക്റ്റിൻ ഹോർമോണുകളുടെ അളവ് കൂടുതലാണ്. രാത്രിയിൽ കുഞ്ഞിന് കൂടുതൽ മുലയൂട്ടുന്ന സമയത്ത് പാൽ കുടിക്കുന്നതിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും അത് കുഞ്ഞിന്റെ വളർച്ച മെച്ചപ്പെടുത്തുകയും ചെയ്യും. മുലയൂട്ടുന്നതിന്റെ മറ്റൊരു പ്രധാന ഘടകമാണ് മുലയൂട്ടൽ തവണകൾ. 24 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് കുറഞ്ഞത് 10 മുതൽ 12 തവണ വരെ മുല കൊടുക്കണം. കുഞ്ഞിന് രാത്രി കുറഞ്ഞത് 2-3 തവണ മുല കൊടുക്കുന്നത് പ്രധാനമാണ്. കുഞ്ഞിന് വിശപ്പ് ഉണ്ടാകരുത്. കുഞ്ഞ് കൈകാലുകൾ ചലിപ്പിക്കുന്നത് ആദ്യകാല വിശപ്പിന്റെ സൂചനയാണ്. കുഞ്ഞ് കവിളിൽ തൊടുകയും തിരിയുകയും ചെയ്യും. വായ് തുറക്കും. ഓർമ്മിക്കുക, കുഞ്ഞിന്റെ കരച്ചിൽ ഒരു വിശപ്പിന്റെ സൂചനയാണ്. അതിനാൽ കുഞ്ഞ് വിശപ്പിന്റെ സൂചന കാണിക്കുന്ന ഉടൻ പാൽ കൊടുക്കുക. ഹിൻഡ് മിൽക്ക്, രണ്ടാം പാൽ നീക്കം ചെയ്യുന്നത് പ്രധാനമാണ്. മുലകൾക്ക് പുറകുവശത്തുള്ള പാലാണ് ഹിൻഡ് മിൽക്ക്, രണ്ടാമത്തെ പാൽ. ഇതിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. അത് സ്ഥിരമായി കട്ടിയുള്ളതാണ്. അതുകൊണ്ട് അമ്മ ഒരു മുലയിലെ പൂർണ്ണമായും നൽകി മറ്റേ മുല കൊടുക്കണം.
കുഞ്ഞിന് പാൽ കൊടുത്ത ശേഷം മുല ശൂന്യമാക്കേണ്ടതാണ്. അമ്മയുടെ കൈകൊണ്ട് തന്നെ പാൽ പ്രകൃതിദത്തമായി നീക്കം ചെയ്യുന്നതാണ് എക്സ്പ്രസിംഗ്. അങ്ങനെ ചെയ്യുമ്പോൾ അമ്മയുടെ വിരലുകളും തള്ളവിരലും ഏരിയോളയുടെ അരികിൽ മുലയുടെ തൊലിയിലായി വയ്ക്കണം. പിന്നീട് സൗമ്യമായി നെഞ്ചിന് ഉൾവശത്തേക്ക് പിടിച്ച് അമർത്തി പാൽ പുറത്തുവിടുക. കുഞ്ഞ് പൂർണ്ണമായും നുണയുമ്പോൾ പോലും ഇതുപോലെ ചെയ്യാം. 2 തവണ മുലയൂട്ടുന്നതിനിടയിൽ പാൽ നീക്കം ചെയ്യണം. പാൽ ഇടയ്ക്കിടെ നീക്കം ചെയ്യുന്നത് മുലപ്പാലിന്റെ അളവ് വർദ്ധിപ്പിക്കും. എല്ലായ്പ്പോഴും താഴെ പറയുന്ന കാര്യങ്ങൾ ഓർക്കുക. കൃത്രിമ മുലക്കണ്ണ്, ഫോർമുല പാൽ എന്നിവ ഒഴിവാക്കുക. പശുവിന്റെ പാൽ അല്ലെങ്കിൽ ഫോർമുല പാൽ ഒഴിവാക്കുക. കുഞ്ഞിന് ആശങ്ക ഉണ്ടാക്കുന്നതിനാൽ നിപ്പിൾ കവചം ഉപയോഗിക്കരുത്. ഓർമ്മിക്കുക, വിശപ്പിന്റെ സൂചനകൾ കാണിക്കുമ്പോൾ കുഞ്ഞിന് മുലപ്പാൽ നൽകണം. കൃത്യമായി വായ് പിടിക്കുന്നതിനെക്കുറിച്ച് അമ്മയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം. ദിവസത്തിൽ 25 മുതൽ 30 ഗ്രാം വരെ ഭാരം കൂടുന്നുവെന്ന് ഉറപ്പുവരുത്തണം. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്ന രീതികളെക്കുറിച്ചുള്ള ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തുന്നു. കണ്ടതിന് നന്ദി.